ഹൈ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. അങ്ങനെ മാർക്കറ്റ് ഇന്ന് കൺസോളിഡേറ്റ് ആയ രീതിയിൽ ഇന്നും ട്രേഡിംഗ് അവസാനിപ്പിച്ചു. യു.എസിൽ നിന്ന് രണ്ട് പ്രധാന ഈവൻറ്റുകളുണ്ട്. നാളെ വൈകിട്ട് 7 മണിക്ക് GDP ഡേറ്റയും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും എല്ലാം കൺസോൾട്ടേഷൻ റേഞ്ചിലൂടെയാണ് പോകുന്നത്. എങ്കിലും മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. നിഫ്റ്റി ഇടിയുന്നു, നിഫ്റ്റി റാലി ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി 22,075 കാണാം. മൺഡേ ലോ, ഇന്നലത്തെ ലോ വീണ്ടും ടുഡേ ലോ കാണാം. ഇന്നും അതേ ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ഉണ്ടാക്കിയ ലോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ലോ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു മുന്നോട്ട് പോയി. എന്നാൽ വീണ്ടും 22,100 വീണ്ടും സപ്പോർട്ട് എടുത്തു. 22,125 സപ്പോർട്ട് 2 തവണ എടുത്തു. മാർക്കറ്റിൻ്റെ ഇന്നത്തെ ആ ഒരു പോക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റാലി ചെയ്യും, പ്രോഫിറ്റ് ബുക്കിംഗ് കാണും, വീണ്ടും റാലി ചെയ്യും, പ്രോഫിറ്റ് ബുക്കിംഗ് കാണും. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. കാരണം നിഫ്റ്റി അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈയിലാണോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് ബൈ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേടിക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ വീണ്ടും ശക്തമായ ബൈയിങ് കാണുന്നുമുണ്ട്. നിഫ്റ്റി 76 പോയിൻറ്റ്, സെൻസെക്സ് 305 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 11 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇതിൽ നിഫ്റ്റി ബാങ്ക് മാത്രമാണ് ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് അവസാനിപ്പിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകൾ ആദ്യം നോക്കാം. പതഞ്ജലി എന്ന് പറയുന്ന കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ്. സുപ്രീം കോടതി പതഞ്ജലി തെറ്റായ രീതിയിൽ പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. പതഞ്ജലി സ്റ്റോക്കിൽ ചെറിയൊരു ഫോൾ ഉണ്ടായി. ഇത് കാരണം TCS, രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCS, UBS എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം TCSൻ്റെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സൈഡസ് ലൈഫ് കമ്പനി ലീഡിംഗ് ആയിട്ടുള്ള ഫാർമ കമ്പനിയാണ്. കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1,005 രൂപയാണ് ഷെയർ ബൈബാക്ക് വഴി കമ്പനി സ്റ്റോക്കുകൾ ടെൻഡർ ഓഫറിലൂടെ നമ്മളുടെ അടുത്തുനിന്ന് തിരികെ വാങ്ങുന്നത്. ഇത്തരത്തിൽ 600 കോടി രൂപയാണ് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത് ഫെബ്രുവരി 23 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ശ്രദ്ധിക്കുക. പേടിഎമ്മിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടുള്ള വിജയ് ശേഖർ ശർമ്മ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റോക്കിൽ ഇന്ന് വലിയ രീതിയിലുള്ളൊരു ഫോളോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഡൽഹി വെറി കമ്പനി ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ ഇവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. വെൽനസ് ബ്രാൻഡായിട്ടുള്ള പ്ലിക്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അദാനി കമ്പനി $362 മില്യൺ ഡിഫൻസ് ഫാക്ടറി ബിൽഡ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. കാസ്ട്രോൾ ഇന്ത്യ, മോത്തിലാൽ ഒസ്വാൽ എന്ന് പറയുന്ന ബ്രോക്കറേജ് സ്ഥാപനം കാസ്ട്രോളിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. MGL മഹാനഗർ ഗ്യാസ് കമ്പനി 3EV ഇൻഡസ്ട്രീസിൽ 96 കോടി രൂപ മുടക്കി 30% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി പുതിയ 6 ബിസിനസ് ഗ്രൂപ്പുകൾ ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു 6 ബിസിനസ് ഗ്രൂപ്പിൽ ഹെൽത്ത് കെയർ ഉണ്ടാവും, റീറ്റെയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഉണ്ടാവും, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ്, കൂടാതെ തന്നെ മെഡിക്കൽ, എൻ്റർടൈൻമെൻറ്റ്, ടെക് തുടങ്ങിയ 6ഓളം ഉപഗ്രൂപ്പുകളായിട്ട് കമ്പനി വീണ്ടും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് CEO അറിയിച്ചിട്ടുണ്ട്. DCM ശ്രീരാം കമ്പനി 1000 കോടി രൂപയാണ് ഇവരുടെ എപ്പോക്സി റെസിൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനി 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് മാർച്ച് 6 നിശ്ചയിച്ചു. IRDA കമ്പനി 766 കോടി രൂപയുടെ ഒരു ബൾക്ക് ഡീല് ഉണ്ടായതുകൊണ്ട് സ്റ്റോക്ക് ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് പനോരമ സ്റ്റുഡിയോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനിയായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് മീഡിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി, നമ്മുടെ പ്രധാനമന്ത്രി നാളെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ രാജ്യത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ബോട്ട് നാളെ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്.
എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി 25 കോടി രൂപ ഇവരുടെ എക്സൈഡ് എനർജി ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. GE T&D ഇന്ത്യ കമ്പനിക്ക് 370 കോടി രൂപയുടെ ഓർഡർ പവർ ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. JTEKT കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് ടാറ്റ മോട്ടോഴ്സ്, TCS, ഇൻഡസ്ഇൻഡ് ബാങ്ക്, സൺ ഫാർമ, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ്. ലൂസേഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ്, ബജാജ് ഫിനാൻസ്, SBN, ഡിവിസ് ലാബ്, UPL തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ ഇന്ത്യ വിക്സ് 15.72, അതിന് മുകളിൽ റഷ്യൻ മാർക്കറ്റ് റെഡാണ്, FTSE റെഡാണ്, CAC 40 ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ബിറ്റ് കോയിൻ അതിശക്തമായ രീതിയിൽ നിങ്ങൾ നോക്കൂ, ബിറ്റ് കോയിൻ $5,432 പെർ ഡേ ഉയർന്ന് 56,525 എത്തി നിൽക്കുകയാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,038 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ എക്സ്പയറീസ് ഒന്നുമില്ല. വ്യാഴാഴ്ച ദിവസം മന്ത്ലി എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും എക്സ്പയറി ഉണ്ട്. നമുക്കത് നോക്കാം. ഈ ഒരു ഞായറാഴ്ചയാണ് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ നമ്മുടെ ഇതേ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്നത്. നെക്സ്റ്റ് വീക്ക് നമ്മൾ കോഴിക്കോടും ഉണ്ട്. അപ്പോൾ കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയും തുടർന്ന് 6 മാസത്തെ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വരാം. കൂടാതെ തന്നെ ഓൺലൈൻ മെറ്റീരിയൽസ് ആക്സസ് കിട്ടും. അപ്പോൾ 6 മാസമാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നിഫ്റ്റി PCR കാണാം 0.7 ആണ്. 22,200 നിഫ്റ്റിയുടെ സ്പോട്ട്. 22,300, 22,400, 22,500 മേജർ റെസിസ്റ്റൻസ് സോണ്, 22,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 46,600 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട്. 46,500 മേജർ സപ്പോർട്ട് സോണുണ്ട്. 46,000 മേജർ സപ്പോർട്ട് സോണുണ്ട്. റെസിസ്റ്റൻസ് സോൺ 47,000, 47,500 തുടങ്ങിയ റേഞ്ചുകളാണ്. PCR 0.7 ആണ്. കോള് 3 crores, പുട്ട് 2.26 crores ഷോർട്ട് ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതായത് IPO ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ മാർക്കറ്റ് സമയത്ത് ന്യൂസ് ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്സ്റ്റോക്ക്, സറോദ തുടങ്ങിയ ബ്രോക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി.